ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വർണ്ണാഭമായ സുഗന്ധമുള്ള പൂക്കൾക്കും വിവിധ നിറങ്ങളിലുള്ള പഴങ്ങൾക്കും പേരുകേട്ട സ്വർണ്ണ വെള്ളി പൂക്കൾ വിരിയുന്ന ഹണി സക്കിളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. വളരെ സുഗന്ധമുള്ളതും കാണാൻ ഇമ്പമുള്ളതുമാണ് ഹണി സക്കിൾ. അതുകൊണ്ട് തന്നെ പൂന്തോട്ടങ്ങളെ മനോഹരമാക്കുന്നതിൽ വളരെ വലിയ പങ്കു തന്നെയുണ്ട്. ട്യൂബുലാർ പൂക്കളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യയോഗ്യമായ മധുരമുള്ള അമൃതിൽ നിന്നാണ് ഹണി സക്കിളിന് ഈ പേര് ലഭിച്ചത്. ഇതിൻ്റെ ഇലകൾ ലളിതമായ ഓവലാകൃതിയിൽ ഉള്ളവയാണ്. മിക്ക ചെടികളും ഇല പൊഴിയും, എന്നാൽ ചിലത് നിത്യഹരിതമാണ്. മിക്ക പൂക്കളും 2 കൂട്ടങ്ങളായാണ് വിരിയുന്നത്. കൂടുതലായും വള്ളിച്ചെടിയായാണ് ചെടി കാണപ്പെടുന്നത്. ശക്തമായ നാരുകൾ ഉള്ള തണ്ടുകളുള്ളതിനാൽ ബൈൻഡിങ്ങിനും തുണിത്തരങ്ങൾക്കും ഉപയോഗിക്കുന്നു. പഴം ചുവപ്പ്, നീല അല്ലെങ്കിൽ കറുപ്പ് ഗോളാകൃതിയിലുള്ള നീളമേറിയ ബെറിയാണ്. മിക്ക സ്പീഷീസുകളിലും സരസഫലങ്ങൾ നേരിയ തോതിൽ വിഷമുള്ളവയാണ്, എന്നാൽ ചിലതിൽ ഭക്ഷ്യയോഗ്യവും ഗാർഹിക ഉപയോഗത്തിനും വാണിജ്യത്തിനും വേണ്ടി വളർത്തുന്നവയുമാണ്. ഭൂരിഭാഗം ഹണി സക്കിൾ സരസഫലങ്ങൾ വന്യജീവികൾക്ക് ആകർഷകമാണ്. ഹണി സക്കിളുകളെ പൂന്തോട്ട സസ്യമായി വിലമതിക്കുന്നു. മതിലുകളും കെട്ടിടങ്ങളും മറയ്ക്കാനായി ഈ ചെടി ഉപയോഗിക്കുന്നു. വേനൽക്കാലത്തിൻ്റെ തുടക്കങ്ങളിൽ തീവ്രമായ സുഗന്ധം പരത്തുന്ന ട്യൂബുലാർ പൂക്കളാൽ നിറയുന്നു. വിരിയുന്ന ദിവസം വെള്ളയും അടുത്ത ദിവസം മഞ്ഞയും നിറമായാണ് ഈ പൂക്കൾ കാണപ്പെടുന്നത്. ചെടി നട്ട് ഏകദേശം 3 മാസം കൊണ്ട് പൂക്കൾ തരും. എങ്കിലും തുടക്കത്തിൽ പൂക്കൾ വളരെ കുറവായിരിക്കും. വള്ളിച്ചെടി ആയതുകൊണ്ട് തന്നെ പടർന്നു പോകാൻ കഴിയുന്നിടത്ത് തന്നെ ചെടിയെ നമ്മൾ വെക്കേണ്ടതുണ്ട്. നിറയെ തേനുള്ളത് കൊണ്ട് തന്നെ തുമ്പിയും പൂമ്പാറ്റകളും എല്ലായ്പ്പോഴും വന്ന് പൂക്കളിൽ നിന്നും തേൻ കുടിക്കുന്നത് കാണാം. ചെടി നിറയെ പൂക്കൾ തരാൻ കടുത്ത വെയിലിൻ്റെ ആവശ്യം ഈ ചെടിക്ക് ആവശ്യമില്ല. പകുതി വെയിലിലും തണലിലും നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. കുറ്റിച്ചെടിയായും നമുക്ക് ഈ ചെടിയെ വളർത്തിയെടുക്കാം. കാര്യമായ പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു സുന്ദരി ചെടിയാണിത്. നമ്മുടെ വീട്ടുമുറ്റത്ത് അത്യാവശ്യം നല്ലൊരു മരമുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മുകളിൽ നല്ലൊരു വള്ളിച്ചെടിയായി പടർത്തിയെടുക്കാൻ കഴിയുന്ന മനോഹരമായ ഒരിനം തന്നെയാണിത്. ഇതിൽ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ കമ്പുകൾ മുറിച്ചിട്ടാണ്. ചെറിയ രീതിയിൽ മഴയൊക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിതിൻ്റെ അത്യാവശ്യം നല്ല കമ്പുകൾ നോക്കി കട്ട് ചെയ്ത് വെച്ച് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കൂടാതെ ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഏതു വളവും ഈ ചെടിക്ക് അനുയോജ്യമാണ്. കൂടാതെ പൂക്കൾ തരാനായി പ്രത്യേകം മരുന്നുകളൊന്നും നമ്മൾ ചെടിയിൽ അടിച്ചു കൊടുക്കേണ്ടതുമില്ല. ഈ ഒരു സമയമാകുമ്പോൾ ആ ചെടി നിറയെ നമുക്ക് നല്ല ഭംഗിയുള്ള സുന്ദരമായ പൂക്കൾ തരുന്നു. അതിലുപരി നമ്മുടെ വീടിനെയും പൂന്തോട്ടത്തെയും നല്ല നറുമണത്താൽ മൂടുന്നു. ഇന്ന് നമ്മുടെ പൂന്തോട്ടങ്ങളിൽ കാണുന്ന മിക്ക ചെടികളും ഹൈബ്രിഡ് ഇനങ്ങളിൽപ്പെട്ടവയാണ്. ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ അത്തരം പൂക്കൾക്ക് സുഗന്ധവും കുറവായിരിക്കും. ഹൈബ്രിഡ് വെറൈറ്റീസ് നമ്മുടെ പൂന്തോട്ടങ്ങളെ കീഴടക്കുന്നതിന് മുൻപ് നമ്മുടെ നാടുകളിൽ നിന്നും കിട്ടുന്ന നാടൻ പൂക്കളും ചെടികളുമായിരുന്നു പൂന്തോട്ടങ്ങളിൽ കണ്ടുവന്നിരുന്നത്. നാടൻ പൂക്കളായതുകൊണ്ട് തന്നെ പല നിറത്തിലുള്ള പൂമ്പാറ്റകളെയും തുമ്പികളെയും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഹൈബ്രിഡ് ഇനങ്ങളുടെ കൂടെ ഇതേപോലെയുള്ള നല്ല സുഗന്ധവും നല്ല നിറത്തിലുമുള്ള പൂക്കൾ തരുന്ന ചെടികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാകുമ്പോൾ നിറയെ പൂമ്പാറ്റകളും തുമ്പികളും വന്ന് പരാഗണം നടക്കുകയും നമ്മുടെ പൂന്തോട്ടങ്ങളിൽ മറ്റു പല ചെടികളിലും നിറയെ പൂക്കൾ തരുകയും ചെയ്യും. സ്വർണ്ണ വെള്ളി പൂക്കളുള്ള ഈ വള്ളിച്ചെടി നമ്മുടെ ഔട്ട്ലെറ്റിൽ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊന്ന് മെസ്സേജ് അയച്ചിട്ടോളൂ കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.